വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് മഹേന്ദ്രയുടെ വീറോ V2 നമ്മളൊരു കവറിംഗ് ബോഡി അടിച്ച വാഹനത്തിൻ്റെ വീഡിയോ ആയിരുന്നു ചെയ്തിരുന്നത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓപ്പൺ ബോഡി 10 അടി വണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ മഹീന്ദ്ര വീറോ V2 XXL 1.5 എന്ന വാഹനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം വെയിലുണ്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽസൊക്കെ ഇച്ചിരി ലൈറ്റ് കൂടുതലായിരിക്കും, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതൊരു പോളാർ വൈറ്റ് കളറുള്ള വാഹനമാണ്. മെയിനായിട്ട് വരുന്ന കളറുകൾ എന്ന് പറഞ്ഞാൽ പോളാർ വൈറ്റും അതുപോലെ തന്നെ കോൺക്രീറ്റ് ഗ്രേ ആണ്. നമ്മൾ ടോപ്പിൻ്റെ V6ൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ട് ഇവിടെ ഐ ബട്ടൺ കൊടുത്തിരിക്കാം. അതെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് A to Z ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഇതിൽ നമ്മൾ അത്യാവശ്യം ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും മെയിനായിട്ട്. അപ്പം നമുക്ക് ഈ നേരെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് 1-2 കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുന്ന ഡൗട്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു വാഹനം വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കുക. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. നല്ല വെയിലുണ്ട്, വെയിലത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അപ്പം നമ്മൾ ആ ഒരു V2 ഇൻസുലേറ്റർ അല്ല, നോർമൽ കവറിംഗ് ബോഡി അടിച്ച വണ്ടി ഓടിച്ച് നോക്കിയ സമയത്ത് നല്ല കംഫർട്ടായിരുന്നു. കാരണം നമ്മൾ ഇത് ഓപ്പൺ ബോഡി വണ്ടിയുടെ റിവ്യൂ ചെയ്തപ്പോൾ ടോപ്പിൻ്റെ ചെയ്തപ്പോൾ നമ്മൾ പറയുന്നത് വീൽ ഒരുപാട് സ്പിൻ ചെയ്യും എന്നുള്ള കാര്യം. എന്നാൽ ആ ഒരു കവറിംഗ് ബോഡി വണ്ടിക്കകത്ത് വീൽ സ്പിൻ ചെയ്യുന്നതില്ല. അതുപോലെ കട്ടർ, അതായത് നമ്മുടെ ഈ പറയുന്ന കട്ടറിലും കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ നല്ല കംഫർട്ടായിരുന്നു. സസ്പെൻഷനൊക്കെ നല്ല സസ്പെൻഷനായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ പറയാം. വെർട്ടിക്കൽ രീതിയിലുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത്. തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ പ്ലേസിങ് നൽകിയിട്ടുള്ളത്. അതൊരു ഹാലജൻ ബൾബാണ് നൽകിയിട്ടുള്ളത്. താഴെ ഹാലജൻ ലൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു റിഫ്ലക്ടർ ചെറുതായിട്ട് നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്കൊരു ഫോഗ് ലാമ്പ് ആണെയുള്ള സ്ലോട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണും അത്യാവശ്യം നല്ലതാണ്. വൈറ്റിനകത്ത് ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ട്. അതുപോലെ മെറ്റൽ ബമ്പർ അല്ല, ഫൈബർ ബമ്പറാണ് നൽകിയിട്ടുള്ളത്. നമ്മളിനി ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ക്രോം പ്ലേറ്റ് ഇവിടെ കാണാൻ. പ്ലേറ്റിനകത്ത് നമുക്ക് മഹീന്ദ്ര എന്നുള്ള ബ്രാൻഡിൻ്റെ പേര് ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് തൊട്ട് താഴെയായിട്ട് നമുക്ക് മഹീന്ദ്രയുടെ വലിയൊരു ലോഗോ കാണാൻ കഴിയുന്നുണ്ട്. സൈഡിലായിട്ട് വീറോ എന്നുള്ള ബാഡ്ജിങ് കാണാം. അതിൻ്റെ 6 ഗോൾഡ് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. 2 വൈപ്പേഴ്സാണ്. വൈപ്പേഴ്സിനകത്ത് തന്നെയാണ് വാഷറും നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇത്രയൊക്കെ കാര്യം. പിന്നെ എടുത്തു പറയുന്ന കാര്യം, ഈ ഒരു വിൻഷീൽഡ് അത്യാവശ്യം വലിയ വിസിബിലിറ്റി നൽകുന്ന ഒരു വലിയ വിൻഷീൽഡ് തന്നെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുള്ളത്. നമ്മൾ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ORVM, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വളരെ ചെറിയൊരു ORVM ആണ് ഈ ഒരു ഇത്രയും വലിയ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. കുറച്ചുകൂടെ വലിയൊരു ORVM കൊടുക്കേണ്ടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇതിനകത്തുനിന്ന് വലിയ വിസിബിലിറ്റി, അത്യാവശ്യം വിസിബിലിറ്റി കിട്ടും, എന്നാൽ നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റി കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. അതുപോലെ തൊട്ട് താഴെയായിട്ട് വീറോ എന്നുള്ളൊരു ബാഡ്ജിങ് ആണ് കാണുകയും ആ പോർഷൻ എല്ലായിടത്തും ഗോൾഡ് ഫിനിഷിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വിശാലമായ ഡോറാണ്. ഇതാണ് ഡോർ തുറന്നിട്ടേക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഡോർ. കാരണം ഈ ഒരു ഫ്രെയിം, ഡോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രെയിം കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അകത്ത് കയറാനും ഇറങ്ങാനും നമ്മുടെ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും എല്ലാം കഴിയുന്നതാണ്. നമുക്ക് ഇതങ്ങ് അടച്ചേക്കാം. നമുക്ക് ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം ഫൈബർ ഫിനിഷാണ് വന്നിട്ടുള്ളത്, അതും ബ്ലാക്കാണ്. ഈ ഒരു വീൽ ആർച്ചിൻ്റെയൊക്കെ ഉള്ള ക്ലാഡിങ് എല്ലാം ഫൈബർ ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 195 80 R15 വന്നിട്ടുള്ളത്. അത് നമ്മുടെ സിറ്റി 1.3 സെയിം ടയറാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഫ്ലാറ്റ് ഫ്രണ്ട് ഡിസൈൻ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എൻജിൻ വരുന്നത് ഈ ഡ്രൈവറിനെ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂളൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ആയിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. ഇത് നമ്മുടെ കൂളൻറ്റിൻ്റെ റിസർവോയറാണ്. ഇത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് അല്ല, പവർ സ്റ്റിയറിങ്ങിൻ്റെ റിസർവോയറാണ്. ഇതെല്ലാം ഇവിടെയാണ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇവിടെ ആയിട്ടാണ് ഡിപ്സ്റ്റിക് ഊരാനുള്ള പ്രൊവിഷൻ തന്നിട്ടുള്ളത്. കുറച്ച് ടൈറ്റാണ്. ഇനിയിപ്പോൾ വലിച്ചൂരണോ വേണ്ടായോ, വലിച്ചൂരിയൊക്കെ ഊരാനാണെങ്കിൽ പ്രയാസമാണ്. കുറച്ച് ടൈറ്റായിട്ടിരുന്നതാണ്. ഇതാണ് എൻ്റെ ഡിപ്സ്റ്റിക്ക് വരുന്നത്. നമ്മളിനി ഇതുവഴി ഇങ്ങനെ അകത്തോട്ടിട്ട് അകത്ത് കയറ്റണം. ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായി കൊടുത്തേക്കുന്നുണ്ട് കുറച്ചധികം പോരായ്മകളും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പം നമ്മളോട് എന്തെങ്കിലും ശത്രുത ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് ഈസി ആയിട്ട്. പക്ഷേ അങ്ങനെ ആരും ചെയ്യാതിരിക്കട്ടെ, അത് തന്നെ വലിയ കാര്യം. പിന്നീട് ഈ ഒരു ബാറ്ററി നൽകിയിരിക്കുന്നതിനകത്തും എനിക്ക് യോജിപ്പ് കുറവാണ്. കാരണം ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ തന്നെയാണ് ബാറ്ററി വെച്ചിരിക്കുന്നതെങ്കിലും ഒരു കവറിങ്ങും ലോക്കും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ സെക്യൂർ ആയിരിക്കും. നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്ന ടൈമിൽ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ഈസിയാണ്. അങ്ങനെ പല വണ്ടികളിലെയും ബാറ്ററികൾ കട്ടുകൊണ്ട് പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനിയും എല്ലാ ബ്രാൻഡുകളൊന്നും ചിന്തിക്കണം. ഇതൊക്കെ ഇച്ചിരി എവിടെയെങ്കിലും സെക്യൂർ ആയിട്ടുള്ളൊരു ഭാഗത്തേക്ക് വെക്കുന്ന രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ഐഡിയ നിങ്ങൾ ചിന്തിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ലോഡ് ക്യാരിങ് വെഹിക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ലോഡ് ക്യാരിങ് ഏരിയ. ഈ ഒരു ലോഡ് ക്യാരിങ് വെഹിക്കിളിൻ്റെ ഈ ഒരു കാർഗോ ഡെക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 അടി നീളം, 5.4 അടി വീതി, 1.4 അടി പൊക്കം, ഇത്രയാണ് വരുന്നത്. അപ്പം ഇതെല്ലാം വെളിയളവാണ് വരുന്നത്, അകമല്ല, ഇന്നർ അല്ല, ഔട്ടറാണ്. ഈ പ്രൈസല്ല ഈ ലെങ്തും കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു പ്ലേറ്റുകളും പ്ലേറ്റല്ല, ഈ ഒരു ചെയ്ത് നമ്മുടെ ഈ കാർഗോ ഡെക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള
ക്ലാമ്പുകളും കാര്യങ്ങളെല്ലാം വെളിയിലായിട്ടാണ് വന്നിട്ടുള്ളത്. അകം പ്ലെയിൻ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് കുറച്ച് കയറ്റാകുമ്പോഴൊക്കെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പുറത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇതെല്ലാം അകത്തായിരുന്നു വന്നിരുന്നത്, അതിപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിയിലും കാണുന്നുള്ള മഹീന്ദ്ര എന്നുള്ള വലിയ ബാഡ്ജിയും ബാക്ക് ഡോറിലും കാണാൻ കഴിയുന്നുണ്ട്. വീറോ എന്നുള്ളൊരു ബാഡ്ജി നമുക്ക് സൈഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമുക്ക് 3 റിഫ്ലക്റ്റേഴ്സാണ്. ഇത് റിഫ്ലക്ടർ അല്ല, തെറ്റിപ്പോയി, റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടെ ആയിട്ടൊരു ഹോള് കാണാം. കാരണം ഇവിടെ ടോപ്പിന് വരുമ്പോഴത്തേക്ക് ഇവിടെ ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രൊവിഷൻ ആയിരുന്നു ഉള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഹോള് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പെയർ വീൽ ഇതാ ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹാലജൻ ബൾബ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ടെയിൽ ലാമ്പിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫ്യൂൽ ടാങ്ക് ലിഡിൻ്റെ ഓപ്പണിംഗ് കൂടെ ആയിട്ട് തന്നെ ലോക്കബിൾ ആണ് വന്നിട്ടുള്ളത്. ലോക്ക് താക്കോലിട്ട് തുറക്കാൻ പറ്റത്തുള്ളൂ. 40 ലിറ്ററാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അതുപോലെ നമ്മളൊരു ലോഡ് ക്യാരി വെഹിക്കിൾ, അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ 5 ലീഫും ബാക്കിൽ 8 ലീഫുമാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഒഴിക്കാനുള്ള ടാങ്കിൻ്റെ ടാങ്ക് കാണാൻ കഴിയുന്നുണ്ട്. ടാങ്കിന് ഏകദേശം 10 ലിറ്ററാണ് കപ്പാസിറ്റി വരുന്നത്. ഡെഫ് 10 ലിറ്ററാണ് വരുന്നത്. നിങ്ങൾ ഈ ഒരു ഡെഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. 57 ലിറ്റർ ഡെഫും മഹീന്ദ്ര ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അത് ഏകദേശം 30,000 കിലോമീറ്ററിനുള്ളിൽ വാങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം 4,000 to 7,000 കിലോമീറ്ററാണ് ഈ ഒരു ഡെഫിൻ്റെ ലൈഫ് മഹീന്ദ്ര പറയുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 216 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 10 അടി വണ്ടി ആയതുകൊണ്ട് തന്നെ 5.4 മീറ്ററാണ് ടേണിംഗ് റേഡിയസ് വരുന്നത്. നമുക്കിനി ഇവിടെ വന്നിട്ട് നമുക്ക് എയർ ഫിൽറ്റർ യൂണിറ്റ് കാണാൻ കഴിയുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ എയർ ഇൻടേക്കിൻ്റെ പോർഷൻ ഇവിടെ ആയിട്ടാണ് കാണുന്നത്. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് പുറത്തുനിന്ന് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അകത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് അകത്തോട്ട് കയറാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പിടിച്ചിങ്ങനെ കയറി ഇതിനകത്തോട് സിമ്പിളായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അകത്താണ് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം നോർമൽ V6-നകത്തൊക്കെയാണ് എന്താണ് ഇവിടെ ഒരു അപ്പർ ഗ്ലോ ബോക്സ് ഉണ്ടായിരുന്നു. V4-നകത്തും വരും, പക്ഷേ ഈ V2-നകത്ത് അത് വരുന്നില്ല. V2-നകത്ത് നമുക്കിവിടെ ഗ്ലോ ബോക്സ്, അപ്പർ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമുക്ക് ഇതേ ഇങ്ങനെ സാധനങ്ങളൊക്കെ പറക്കിടാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ ലോക്കബിളായിട്ടുള്ള ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. വൈപ്പർ വാഷറൊക്കെ റിസർവോയറൊക്കെ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഇവിടെ മ്യൂസിക് സിസ്റ്റമോ റിവേഴ്സ് ക്യാമറയോ പവർ വിൻഡോയോ അതുപോലെ ടൈപ്പ് A ടൈപ്പ് C ചാർജിങ് പോർട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല. ആകെ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ മാത്രമേ ഉള്ളൂ. പിന്നീട് ഇവിടെ വേണമെന്നുണ്ട് സാധാ ഒരു മ്യൂസിക് സിസ്റ്റം വെക്കാം. ഇല്ല ടച്ച് സ്ക്രീൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ മാറ്റിയിട്ട് വെക്കേണ്ടി വരും. പിന്നെ വേറൊരു ഗുണമെന്ന് പറയുന്നത് ഈ പോർഷനകത്ത് നമുക്ക് മൊബൈൽ ഹോൾഡർ ഡോക്ക്, മൊബൈൽ ഹോൾഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് വെക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം വന്നതിൻ്റെ കൂട്ട് തന്നെ സ്വിച്ച് ഓഫിൻ്റെയൊക്കെ ബട്ടൺ പ്രസ്സായിരിക്കുകയെന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നീട് ഇവിടെ സെൻട്രലായിട്ട് മഹീന്ദ്ര എന്നൊരു ബാഡ്ജിങ് കാണാൻ കഴിയും. ടോപ്പിനകത്ത് ഇവിടെ എല്ലാം നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷാണ്, അതായത് പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കാണുന്നത്. ഇതിനകത്ത് പിയാനോ ബ്ലാക്ക് ഫിനിഷോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമലാണ്. പിന്നീട് നോർമലായിട്ട് കാണുന്ന സ്റ്റിയറിംഗ് വീൽ, മറ്റേ ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്ക് ഇവിടെ സ്റ്റിയറിംഗ് മൗണ്ട് ഓഡിയോ കൺട്രോൾ വരും. ഇതിനകത്ത് അതില്ല. പിന്നീട് മീറ്ററൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ നമുക്ക് വെൻറ്റുകളുണ്ടായിരുന്നു. ഇതിനകത്ത് വെൻറ്റുകൾ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. പിന്നീട് ഒരു അത്യാവശ്യം ഒരു വലിയൊരു IRVM നമുക്ക് അകത്ത് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അതുപോലെ തന്നെ വിശാലമായിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ ആണ്. തുറന്നിട്ട് അത്യാവശ്യം നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ കയറും. പിന്നീട് നമുക്ക് ടോപ്പിനിലൊക്കെ ഇവിടെ എല്ലാ കവറിങ് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനകത്ത് ഈ ഭാഗങ്ങളൊന്നും കവറിങ്ങില്ല, ഓപ്പൺ ആയിട്ടാണ് നടക്കുന്നത്. അത് ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതും കൂടെയൊക്കെ ഒന്ന് കുറച്ചും കൂടെയൊക്കെ പ്രീമിയം ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ. പക്ഷേ ടോപ്പിൻ്റെ കാണാൻ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ടോപ്പിൻ്റെ വണ്ടി വെർത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൈസിന് ആ ഒരു വാഹനം ഇന്ന് നിലവിലുള്ള ബാക്കിയുള്ള ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെർത്താണ്. നമുക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനൊന്നും ഞാൻ അത്രയും പ്രൊമോട്ട് ചെയ്തില്ല. കാരണം വെച്ചാൽ ഇന്നത്തെ അത്രയും ഫീച്ചറൊന്നുമില്ല. കാരണം ഇതെന്നൊക്കെ പറയുന്ന ഫീച്ചർ ഒട്ടും വേണ്ടാതെ വാഹനം ഈ റോഡിലൂടെ ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ തന്നെ ഇതിനകത്ത് ഇരുന്നിട്ട് ഫുള്ള് വിയർക്കുന്നുണ്ട്. കാരണം ചൂടാണ്. ഓൾറെഡി ഇപ്പം നമ്മുടെ പുറത്തും നല്ല ചൂടാണ്. അപ്പോൾ അകത്തിരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ചൂടടിക്കുന്നുണ്ട്. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടുന്നില്ല, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ചൂട് കൂടുതൽ അടിക്കുന്നത്. നമുക്ക് 2 സൺ വൈസേഴ്സ് കാണാൻ കഴിയുന്നുണ്ട്. ഡ്രൈവർക്കും ഉണ്ട്, കോ ഡ്രൈവർക്കും ഉണ്ട്. ഇതിനകത്ത് മിററോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ലൈറ്റാണ്. മറ്റേ പിക്കപ്പിനകത്തൊക്കെ ചെറിയൊരു മിന്നാമിന്നി ലൈറ്റാണ് ബാക്ക് ചെയ്തത്. പക്ഷേ ഇതിന് അത്യാവശ്യം നല്ലൊരു ലൈറ്റാണ്. നമുക്ക് രാത്രിയിലൊക്കെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ബുക്ക് വായിക്കണമെങ്കിലൊക്കെ സുഖമായിട്ട് വായിക്കുക, ഒരു കുഴപ്പമില്ല, കണ്ടിന് സ്ട്രെയിൻ വരുന്നില്ല. എന്നാൽ പിക്കപ്പിനകത്ത് തന്നെ അതൊന്നും പറ്റത്തില്ലായിരുന്നു. നമുക്കിതിൻ്റെ മീറ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് നൽകിയിട്ടുള്ളത്. ആണ് നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി, അതായത് പിന്നെ ഡെഫിൻ്റെ ലെവല്, സ്പീഡോമീറ്റർ, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ നമുക്ക് ടൈം, എക്കോ മോഡ് ആണെങ്കിൽ എക്കോ മോഡ്, പവർ മോഡാണെങ്കിൽ പവർ മോഡിലെ വാണിംഗ് ലൈറ്റ്സ് കാര്യങ്ങൾ, മോഡ്, അതെല്ലാം മോഡിൻ്റെ ഒരു സ്വിച്ച്, സെറ്റിൻ്റെ ഒരു സ്വിച്ച്, അങ്ങനെ 2 സ്വിച്ചുകൾ കാര്യങ്ങൾ എല്ലാം ഇതിനകത്ത് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റിയറിംഗ് വീലുമാണ് നൽകിയിട്ടുള്ളത്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പവർ ബട്ടണും കാണാൻ കഴിയുന്നു. നമുക്കിപ്പം പവർ മോഡിൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി. ലൈറ്റ് ആൻഡ് അഡ്ജസ്റ്റർ കൂടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഗിയർ ബോക്സ്, ഇത് കേബിൾ ടൈപ്പാണ് വരുന്നത് ഗിയർ ബോക്സ്.
അതുപോലെ തന്നെ ഒരു ജോയ്സ്റ്റിക്ക് മോഡലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ജോയ്സ്റ്റിക്ക് കീബോർഡല്ല ജോയ്സ്റ്റിക്ക് ടൈപ്പ് ഓഫ് ഗിയർ നോബെന്ന് നമുക്ക് പറയാം. അത് കേബിളായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ ഇവിടെ നൽകിയിട്ടുണ്ട്, ഡ്രൈവർക്ക് നൽകിയിട്ടുണ്ട്, കോ ഡ്രൈവർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് D+2 കോൺഫിഗറേഷൻ വരുന്ന വണ്ടിയാണ്. അതുപോലെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ളൊരു ഡോർ പാഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് ലോക്ക് അൺലോക്ക്, അതുപോലെ നമുക്ക് പവർ വിൻഡോസൊന്നും ഇന്നത്തെ വന്നില്ല. കറക്കി തന്നെ നമ്മുടെ മിറർ പൊക്കുകയും താക്കുകയും വേണം. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു ബോട്ടിലൊക്കെ വെക്കാനുള്ള സ്പേസ്, ഒരു 1 ലിറ്റർ കുപ്പിയൊക്കെ വെക്കാൻ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെ സ്പീക്കറൊന്നും വന്നിട്ടില്ലെങ്കിൽ സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ് റെസ്റ്റും കൂടിയാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കൈയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് പിന്നീട് മീറ്ററിൻ്റെ ഇതിലെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സീറ്റ് ബെൽറ്റിനെ കുറിച്ച് പറയണം. ഈ ഒരു സീറ്റ് ബെൽറ്റ് എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയൊരു കാര്യം, ഇത് ELR സീറ്റ് ബെൽറ്റ് അല്ല നൽകിയിരിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് പൈസ ഒക്കെ ഇതിനകത്ത് മുടക്കിയിട്ട് ഈ ഒരു ELR ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കോ ഡ്രൈവർക്ക് ചില സമയങ്ങളിൽ സീറ്റ് ബെൽറ്റ് ഇടാനൊക്കെ ആയിട്ട്. അപ്പം ഇതൊന്ന് ELR കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എന്നാൽ ഡ്രൈവറിന് കൊടുത്തിരിക്കുന്നത് ELR സീറ്റ് ബെൽറ്റ്സ് ആണ്, ELR ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അകത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിനെ കുറിച്ചും അകത്തെ ക്യാബിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല സ്പേസുള്ള ക്യാബിൻ തന്നെയാണ് അകത്ത് നൽകിയിട്ടുള്ളത്. നല്ല ഡ്യുവൽ ടോൺ ആണ് ഈ ഒരു സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ ഇതിൻ്റെ പറയാൻ പറ്റുമോ 1-2 കാര്യമുണ്ട്. ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 3 സിലിണ്ടർ 1500 cc എഞ്ചിനാണ് വരുന്നത്. മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ 80 bhp പവറും 210 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് 2700 mm അത് നേരത്തെ പറഞ്ഞു. പിന്നീട് ഡയമെൻഷൻസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ പേലോഡ് എന്ന് പറഞ്ഞാൽ 1550 കിലോ ആണ്. കേരളത്തിൽ 1550 കിലോ ആണ്. അത് 1.5 ആണ് ഇറങ്ങുന്നത്. ബീഹാർ, ഒറീസ പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ 1.6 ആണ് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ GVW എന്ന് പറഞ്ഞാൽ 2999 കിലോയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ക്വാർട്ടറിൽ ടാക്സ് വേണ്ട, 5 വർഷത്തേക്ക് ടാക്സ് അതുപോലെ കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് പെർമിറ്റ് GPS-ൻ്റെ ഒന്നും ആവശ്യം ഈ ഒരു വാഹനത്തിനില്ല. നമുക്ക് ഈ ഒരു വാഹനം ഓടിച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഓടിക്കുന്നതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും കൂടി ഒന്ന് പറയാം. നമുക്ക് ഇനി നേരെ ഈ ഒരു വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. AC ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്ലാസ് എല്ലാം താത്തിട്ടിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ കാറ്റിൻ്റെ സൗണ്ട് കൂടെ ചിലപ്പം കയറി വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഇടവഴി കൂടെയാണ് പോകുന്നത്, കുഴപ്പമില്ല. ഇപ്പോൾ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും റോഡിൻ്റെ അലൈൻമെൻറ്റ് ഒന്നും ശരിയൊന്നുമല്ല. നമ്മൾ നോർമലി ജസ്റ്റ് ടാറിങ്, പഞ്ചായത്ത് റോഡായതുകൊണ്ട് ജസ്റ്റ് ടാറിങ് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം ഇതുവഴി ഓടിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള കുലുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻസ് പറഞ്ഞില്ലായിരുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 4980 mm ആണ്. മൊത്തം വീതി പറഞ്ഞാൽ 1740 mm. മൊത്തം ഹൈറ്റ് വരുന്നത് 2040 mm ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മൈലേജ്, ഏറ്റവും കൂടുതൽ ആളുകളുടെ കൺസേൺ ആണ് മൈലേജ്. ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 18.4 ആണ്. അത്യാവശ്യം നമുക്ക് ഒരു ലോഡും പുറത്തൊരു 15-16 വരെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇപ്പോൾ വാഹനം ഓടിക്കുന്ന നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായവും കാര്യങ്ങളും അതുപോലെ തന്നെ എത്ര മൈലേജ് കിട്ടുന്നുണ്ട് എന്നതിനൊക്കെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്യണം. കാരണം ഈ ഒരു വാഹനം വാങ്ങിക്കാൻ നിൽക്കുന്നവർക്ക് അത് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. കാരണം ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ അഭിപ്രായം പറയുമ്പോൾ അത് കൃത്യമായിരിക്കും. കാരണം ഒരു ബ്രാൻഡ് ഒരു വാഹനം പുറത്തിറങ്ങുമ്പോൾ ഈ വാഹനം പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കത്തില്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പല ആവശ്യങ്ങൾക്കായിട്ടാണ് പലരും ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവർ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നീട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതുപോലൊരു വണ്ടി വാങ്ങിക്കാനൊരു താല്പര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ടീവ് പറഞ്ഞു തരുന്നതായിരിക്കും. ഇവിടെ ഒന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് വീൽ സ്പിൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കയറ്റവും ചരിവൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ലോഡൊക്കെ ഉള്ള ടൈമിൽ ഞാൻ ആ പറഞ്ഞ ലോഡുള്ള വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അതായത് ഓപ്പൺ വണ്ടിക്ക് അത് ലോഡ് വെച്ച് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ആ ടൈമിലൊന്നും തന്നെ നമ്മുടെ വീൽ സ്പിന്നാവുകയോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഓടിച്ചുകൊണ്ട് പോകാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് 3 സൈഡിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏകദേശം 360 ഡിഗ്രി വ്യൂ ഒരു വണ്ടിക്കകത്ത് ഇരുന്നാൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യത്തിൽ പേടിക്കണം. അതുപോലെ തന്നെ നല്ല ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ ഒടിച്ച് കയറ്റിക്കൊണ്ട് പോകാൻ നമുക്ക് കൃത്യമായിട്ട് കഴിയും. കാരണം അത്യാവശ്യം നല്ല വിസിബിലിറ്റി 4 സൈഡിലും കിട്ടുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാൽക്കുലേഷനിൽ വണ്ടി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞു വണ്ടി ഉപയോഗിക്കുന്നത് അഭിപ്രായം പറയണം. ഈ ലോഡ് ഇല്ലാതിരിക്കുമ്പോഴേക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് വീല് സ്പിൻ ചെയ്യുന്നത്. ഇപ്പോൾ നോർമൽ വണ്ടിക്കകത്തൊന്ന് ബോഡി അടിച്ച് കഴിഞ്ഞാലും വീല് സ്പിൻ ചെയ്യുന്ന പരിപാടി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലോഡുള്ള ടൈമിലും അതുപോലെ കവറിംഗ് ബോർഡ് അടിച്ചപ്പോൾ നല്ല സ്മൂത്താണ്. പിന്നെ എൻ്റെ സസ്പെൻഷൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ തുള്ളിച്ചടിയാൽ പോകുന്നെങ്കിൽ ഇപ്പോൾ ലോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയത്തത് പോലുമില്ല. കുഴിക്കകത്തൊക്കെ വീണാൽ പോലും നമ്മൾ അറിയത്തില്ല. അത്രയ്ക്ക് നല്ല സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്.
പിന്നെ എക്കോ മോഡ്, പവർ മോഡ്, 2 മോഡുകളുണ്ട്. എക്കോ മോഡിൽ തന്നെ വണ്ടി ഏകദേശം 11.6 സെക്കൻഡ് കൊണ്ട് 0 to 60 എത്തും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, എത്തുന്നതെന്നാണ്. പിന്നീട് നമുക്കിതിനകത്ത് EVGT ടെക്നോളജിയാണ് തന്നിട്ടുള്ളത്. അതായത് ഇലക്ട്രോണിക്കലി വേരിയബിൾ ജിയോമെട്രിക് ടെർബോ ചാർജർ. നമുക്ക് ടെർബോ ലോഗോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പറയുന്ന 0 to 60 നമുക്ക് റേഞ്ച് എത്താൻ കഴിയുന്നതിന് കാര്യം ഈ ഒരു EVGT ടെക്നോളജി നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തരാൻ തയ്യാറാണ്. ഇപ്പൊ കോഴിക്കോട് കിംബ്രയുടെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലം റോഡിൽ എന്തോ സമ്മേളനമോ കാര്യങ്ങളോ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ചു നേരം സൈലന്റ് ആയത്. അവരുടെ മൈക്കിന്റെ സൗണ്ടോടെ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ പറയുന്നത് ചിലപ്പോൾ കേൾക്കൊന്നും വരത്തില്ല. അപ്പം EVGT ടെക്നോളജിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പല വണ്ടികളിലും ഒന്ന് സ്പീഡാവാൻ വേണ്ടി ഒരു ലാഗ് ഫീൽ ചെയ്യും. ടെർബോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എഞ്ചിൻ ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ടോർക്ക് അല്ലെങ്കിൽ ഒരു RPM എത്തിയാൽ മാത്രമേ നമ്മുടെ ടെർബോ വർക്ക് ആകത്തില്ല. കാരണം പക്ഷേ എക്സോസ്റ്റിന് വരുന്ന ഫ്യൂംസ് വെച്ചിട്ടാണ് ടെർബോയുടെ ടർബൈൻ നമ്മൾ കറക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. എന്നാൽ ഈ EVGT ടെക്നോളജി ആകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ഫിൻസ് നൽകിയിട്ടുണ്ട്. ആ ഫിൻസ് നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ നാരോ ആയിട്ട് കൂടുതൽ ഫോഴ്സിനകത്തേക്ക് എയർ ഇൻടേക്ക് നൽകും. അതായത് നമ്മുടെ ഈ പറയുന്ന എക്സോസ്റ്റ് ഗ്യാസിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് നമുക്ക് അതിനകത്തോട് കുറച്ചും കൂടെ വെലോസിറ്റി കൂട്ടി അടിച്ചുവിടും. ആ ടൈമിൽ നമുക്ക് ടെർബോ ലാഗ് ഫീൽ ചെയ്ത വണ്ടിക്ക് നല്ല രീതിയിലുള്ള പവർ റെസ്പോൺസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതാണ് ഇതിനകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയുള്ള ഏകദേശം അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി. പിന്നീട് ഈ വണ്ടി ഉപയോഗിക്കുന്നവരോട് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. വണ്ടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക. നിങ്ങളുടെ റെസ്പോൺസാണ് നമുക്ക് കൂടുതൽ വേണ്ടിയത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഒരു ചെറിയ ചാനലാണ്. നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാനലിനകത്ത് കുറച്ചധികം സബ്സ്ക്രൈബേഴ്സിനെ എത്തിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.